രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സർവാധിപത്യത്തിനു വേണ്ടി കിടമത്സരങ്ങൾ സൈനിക രാഷ്ട്രങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും നടന്നത് USSRും അമേരിക്കയും തമ്മിലാണ്. ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായതാണ്. ഞങ്ങൾക്കാണ് സർവാധിപത്യം വേണ്ടത്, ഞങ്ങളാണ് അതിൻ്റെ അവകാശികൾ എന്ന തരത്തിലാണ് ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള മത്സരങ്ങൾ. അത് പല ഘട്ടങ്ങളിലും യുദ്ധമായിട്ട് പരിണമിച്ചിട്ടുണ്ട്. യുദ്ധം എന്ന് പറയുന്ന സമയത്ത് അവർക്കിടയിലല്ല, മറ്റു ലോക രാജ്യങ്ങൾക്കിടയിൽ അവർ ഇടപെടുന്ന രീതിയാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത്. ഇപ്പൊ നടക്കുന്ന ഏത് യുദ്ധം എടുത്ത് പരിശോധിച്ചാലും, ഇപ്പോഴത്തെ ഉക്രൈൻ റഷ്യൻ യുദ്ധമാണെങ്കിലും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും അതിന് മുൻപുള്ള യുദ്ധമാണെങ്കിലും മറ്റു ലോക രാജ്യങ്ങളിൽ ഈ രാഷ്ട്രങ്ങൾ ഇടപെടുന്ന രീതി നോക്കുകയാണെങ്കിലൊക്കെ ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവർ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. അത് മറ്റൊരു പക്ഷം റഷ്യ ആണെങ്കിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ ഇവർക്ക് വലിയ രീതിയിൽ ആവേശം കൂടുകയും ചെയ്യും. അങ്ങനെ സർവാധിപത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇരയായത് മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങൾക്ക് മേലെ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കുക എന്നുള്ളത് ലോകത്തിലെ വൻ ശക്തികൾ എല്ലാ കാലത്തും ശ്രമിച്ചു വരുന്നതാണ്. അതിൻ്റെ കാര്യം സാമ്പത്തിക മേഖലയാണ് അറേബ്യൻ മേഖലകൾ. ആ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇത്തരം ഒരു വിഷയത്തിൽ ഒരു ആധിപത്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്തെ കീഴടക്കുന്നതിന് തത്തുല്യമായ രീതിയിൽ സ്ഥിതിഗതികൾ വരും എന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഇടപെടലുകളും, എന്നാൽ ഈ നുണകളും കുറ്റങ്ങളും പോരായ്മകളും അതൊക്കെ തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കും. ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയും ഇസ്രായേലും ഒക്കെ എല്ലാ കാലത്തും ചെയ്തതാണ്. ഇപ്പം ചെയ്ത് തുടങ്ങിയൊന്നുമല്ല. അപ്പോൾ അതിനവർ എന്ത് ചെയ്യുമെന്നറിയോ? മാധ്യമ മീഡിയകൾ നിയന്ത്രണത്തിലാക്കും. ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മാധ്യമ മീഡിയകളെല്ലാം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലാണ്. BBC, റോയിട്ടേഴ്സും ABC പോലെയുള്ള ചാനലുകളൊക്കെ. ഈ അടുത്ത കാലത്താണ് ഈ അൽ ജസീറ പോലെയുള്ള ചാനലുകൾ ഉയർന്നു വന്നത്. അതോടുകൂടി തന്നെ ചിത്രങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. കാര്യം അന്നൊക്കെ ലോകത്തോട് സംസാരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു. അത് മാത്രമാണ് ലോകം സ്വീകരിക്കുക. സംസാരിക്കുന്നത് മീഡിയയിലൂടെയാണ്, അല്ലെ പത്രങ്ങളിലൂടെയാണ്. ആ പത്രം ലോകാടിസ്ഥാനത്തിൽ പ്രചരിക്കുന്നതാണ്. അതിനാൽ തന്നെ അതിന് അതിൻ്റേതായിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. നീതി ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് അമേരിക്ക പറയുന്നിടത്ത് മാത്രമാണ് നീതി എന്നതാണ് ചുരുക്കം. നമ്മൾക്ക് ഇറാഖിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ സമീപന രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. അന്ന് ടോണി ബ്ലെയർ സോറി പറഞ്ഞു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സോറി പറയുന്നു. കുറച്ചുകൂടി സോറികൾ ബാക്കിയുണ്ട്. ആ സോറികൾ തീരുന്നതിന് മുൻപ് ഏറെക്കുറെ അറബ് രാജ്യങ്ങൾക്ക് അവരുടെ ഭരണസ്ഥിരതയും ഭരണാധിപത്യവും നഷ്ടമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. 2003 മാർച്ച് മാസം 20 അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ ഇറാഖിനെ ആക്രമിക്കുന്നു. മാസ് ഡിസ്ട്രക്ഷൻ വീപ്പൺസ് അതുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ആയുധ സംവിധാനങ്ങൾ, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അത് വീപ്പൺസ് എന്ന് പറയുന്നത്. അത് ഉണ്ട് എന്ന കാരണത്താലാണ്, അത് ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ ഇറാഖിനെ ആക്രമിക്കുന്നത്. CNN അഭിമുഖത്തിൽ, അതിനുശേഷം യുദ്ധം കഴിഞ്ഞ CNN അഭിമുഖത്തിൽ ടോണി ബ്ലെയർ, ബ്രിട്ടന്റെ പ്രധാനമന്ത്രി, പറഞ്ഞു, കലാപത്തിനും അസ്ഥിരതക്കും ഉത്തരവാദിത്തം തനിക്കുമുണ്ട്. ഈ ഇറാഖിൽ ഉണ്ടായിരുന്ന കലാപം യുദ്ധത്തോടനുബന്ധിച്ച് അസ്ഥിരത്വം, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുമുണ്ട്. യുദ്ധത്തിൽ ജീവഹാനിക്ക് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ആയുധമുണ്ട് എന്ന് തെറ്റായ വിവരമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. സ്ഥിരത കൈവരിക്കുമെന്ന് തെറ്റായി വിലയിരുത്തപ്പെടുകയും ചെയ്തു. നിരപരാധികൾ കൊല്ലപ്പെട്ടത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. സോറി. അങ്ങനെ അത് അവസാനിച്ചു. കുറച്ച് നീണ്ട ഒരു പാരഗ്രാഫ് തന്നെയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ടോണി ബ്ലെയർ പറഞ്ഞത്. യുദ്ധത്തിന് UN സഭ അംഗീകാരം നൽകിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. UN സഭ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അംഗീകാരം നൽകിയിട്ടേയില്ല. ഗുരുതരമായിരിക്കുന്ന ഫലങ്ങൾ അവിടെ ഉണ്ടാവും എന്നതിനാൽ അംഗീകാരം നൽകുക അസാധ്യമാണ്, സാധ്യമല്ല എന്നാണ് UN സഭ ഇറാഖിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയത്തെ വായിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. ഞങ്ങൾ അനുമതി നൽകിയില്ല. ആരൊക്കെയാണ് യുദ്ധത്തെ അനുകൂലിച്ചത് നോക്കണം. ഇപ്പോഴത്തെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇതിന് ഒരുപാട് ബന്ധങ്ങളും സാമ്യതകളുണ്ട്. അന്ന് യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്നവർ ഇന്ന് അമേരിക്കക്കെതിരെ തിരിഞ്ഞു എന്ന് മാത്രമല്ല, അന്നത്തെ ശത്രുവിനോട് ഇന്ന് സഹായം ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. കാലം
കണക്ക് തീർക്കാതെ കടന്നു പോകില്ല എന്ന് ചുരുക്കം. യുദ്ധത്തെ അനുകൂലിച്ചവർ അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, പോളണ്ട്. ഈ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകിയവർ സ്പെയിൻ, ഇറ്റലി, ഡെൻമാർക്ക്, നെതർലാൻഡ്, ദക്ഷിണ കൊറിയ, കുവൈറ്റ്, ഖത്തർ, സൗദി. ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട സൈനിക രാജ്യങ്ങൾക്ക് സർവ്വവിധ പിന്തുണ എന്ന് പറയുന്നത് സാമ്പത്തിക സൈനിക സഹായങ്ങൾ തന്നെയാണല്ലോ. യുദ്ധത്തിൽ വേറെ ഒന്നും നമ്മൾ കഞ്ഞും കപ്പയും വെച്ച് കൊടുക്കാനൊന്നുമില്ലല്ലോ. യുദ്ധസഹായം തന്നെയാണല്ലോ ചെയ്യുന്നത്. അവർക്കെതിരെ സംസാരിച്ചു. ഈ യുദ്ധത്തിന് എതിരെ സംസാരിച്ചവരും അന്ന് ലോകത്തുണ്ടായിരുന്നു. അതും ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ഫ്രാൻസും ജർമ്മനിയും റഷ്യയും ചൈനയും എതിർത്തുകൊണ്ട് സംസാരിച്ചു. യുദ്ധത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടിനോട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്ന് ആദ്യം സംസാരിച്ചത് റഷ്യയാണ്. ചൈന പിന്നാലെ സംസാരിച്ചു. ജർമ്മനിയും ഫ്രാൻസും തൊട്ടുപിറകെ സംസാരിച്ചു. യുദ്ധത്തിന് അനുകൂലമല്ല, ഞങ്ങൾ എതിർക്കും നിലപാട്. അറബ് രാജ്യങ്ങളിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവരും സംസാരിച്ചു. ജോർദാൻ, ഈജിപ്ത്, തുർക്കി യുദ്ധത്തിന് എതിരായിട്ട് സംസാരിച്ചു. അത്തരമൊരു അക്രമത്തെ അനുകൂലിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മറ്റു പോംവഴികൾ ഒരുപാട് ഉണ്ടായിരിക്കെ നമ്മൾ എന്തിന് ഇറാഖിനെ ആക്രമിക്കണം എന്നാണ് അവർ ചോദിച്ചത്. 2003 ഈ പറയപ്പെട്ട യുദ്ധത്തിന് ശേഷം ലിബിയ, സുഡാൻ, സിറിയ, വെനിസുല, ക്യൂബ, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യത്തിലെല്ലാം നരമേധം നടത്തി അമേരിക്ക. വലിയ വിഷയങ്ങളുണ്ടാക്കി. അവിടെ രാജ്യഭരണ സംവിധാനത്തെ അട്ടിമറിക്കപ്പെട്ടു. അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം ഉണ്ടായി. ലിബിയയിൽ നമുക്കറിയാം, കേണൽ ഗദ്ദാഫിയെ വെടിവെച്ചു കൊന്നു. സുഡാനിൽ നമുക്കറിയാം, മുഹമ്മദ് ബഷീറിന്റെ ഭരണത്തെ മാറ്റുകയും അവിടെ രാജ്യത്തെ രണ്ടാക്കി പിളർത്തുകയും ചെയ്തു. സുഡാൻ, വടക്ക് സുഡാൻ എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമായിട്ട് പിളർത്തി. അവിടെ പിന്നെ സൈനികർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു. ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയവനാണ്. വെനിസുല പ്രസിഡന്റ് ആയിരുന്ന ഷാവേസ് ഏറ്റവും നല്ല ശ്രദ്ധിക്കപ്പെട്ട, വളരെ ശ്രദ്ധേയനായിരിക്കുന്ന നല്ല ഭരണാധികാരിയാണ് എന്നും വെനിസുല വിശേഷിപ്പിക്കപ്പെട്ട ആ ഭരണാധികാരി ഷാവേസിനെ ക്യാൻസർ അണുക്കൾ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. അതെങ്ങനെ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോഴും അജ്ഞാതമാണ്. പല രീതിയിലും പല രൂപങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ക്യൂബയിൽ ഇടപെട്ടു. അവിടെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഫിഡൽ കാസ്ട്രോന്റെ ഭരണം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തി. അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം, താലിബാന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അമീദ് കർസായുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണ സംവിധാനത്തെ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. 10-15 കൊല്ലം അവർ ഭരിച്ചു, 17 കൊല്ലം ഭരിച്ചു. പിന്നീട് ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ വന്നു എന്ന് പറയുന്നത് ഈ എണ്ണപ്പെട്ട രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അമേരിക്ക എറിയപ്പെട്ട ഒരു ഭരണ സംവിധാനം വീണ്ടും ആ രാജ്യത്ത് തന്നെ അധികാരത്തിലേറിയ എന്ന് വരുന്നത്. അത് അഫ്ഗാനിസ്ഥാനിന്റെ ചരിത്രത്തിൽ മാത്രം ഉണ്ടായതാണ്. അപ്പം ഈ രാജ്യങ്ങളിലെല്ലാം ഇടപെട്ടതിൽ ചെറിയ രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അപ്പോഴും അമേരിക്ക സോറിയുമായിട്ട് വന്നു. കുറച്ചുകൂടി സോറി ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്, ഇരിക്കട്ടെ. അങ്ങനെ അവിടെ കൊടുത്തു. ചൊവ്വാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 9 2025 ഏകദേശം 5:05:30 സമയം വൈകിട്ട് ദോഹയിലെ വാദി റൗള ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഈ മേഖല ആക്രമണം നടത്തിയത് 10 തവണയാണ്. 15 യുദ്ധവിമാനങ്ങൾ എത്തിയെന്നാണ് പറയുന്നത്. അത് പിന്തുണ പറഞ്ഞിട്ടോ അല്ല ഇവർക്ക് സപ്പോർട്ടായിട്ട് എന്നും പറയുന്നു. ട്രംപിനെ കുറിച്ച് ചില മീഡിയകളിൽ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം അയാൾ വലിയ പരിപാടിയിലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് സംഭവം അറിയുന്നത്. അറിഞ്ഞോടെ തന്നെ അയാൾ ഞെട്ടിത്തെറിച്ചു പോയി. ഈ ഖത്തറിനെ ആക്രമിച്ചോ? സോറി, ക്ഷമിക്കണം, ഞങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. ഞങ്ങൾക്ക് മുന്നറിയിപ്പിൽ ചെറിയ പിയവുകളും ചെറിയ സംഭവങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ സോറി പറഞ്ഞല്ലോ. ആരാ പറയുന്നത് സോറി? ട്രംപാണ് സോറി പറയുന്നത്. ഇനി ഒരുപാട് സോറി അവരുടെ അടുത്ത് ബാക്കിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ഈ പറയപ്പെട്ട രാഷ്ട്ര ഭരണാധികാരികളുടെ കൈവശത്തിൽ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഒരുപാട് സോറി മുസ്ലിം രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും മൂന്നാം ലോക രാജ്യങ്ങൾക്കും ദരിദ്ര രാജ്യങ്ങൾക്കും തരാൻ അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് അവരിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഏത് കാലത്താണോ അവരെക്കുറിച്ച് മനസ്സിലാക്കുക, ഇറാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നാണോ തിരിച്ചറിവുണ്ടാവുന്നത് അന്ന് മാത്രമേ നിങ്ങൾക്ക് സ്വയം മാറാൻ വേണ്ടി സാധിക്കൂ. അനുഭവം അവനവനെ തേടി വരുന്നതിന് മുൻപ് എത്ര തന്നെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഗുണദോഷങ്ങളും നൽകിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം?
അവനവൻ ഇപ്പോൾ വന്നു, അവനവൻ്റെ നേരെ വന്നു. ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇറാൻ ഇറാഖുമായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ ഇറാഖിനോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കരുത്. അമേരിക്ക നമ്മുടെ ശത്രു രാജ്യമാണ്. നിങ്ങൾ അവരോട് സപ്പോർട്ട് ചെയ്യരുത്, അവരുടെ സഹായം തേടരുത്. തീർച്ചയായിട്ടും അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. കൃത്യമാണ്. ഇറാഖ് അമേരിക്കൻ യുദ്ധമുണ്ടാകുന്നതിൻ്റെ ഏകദേശം 3 മാസം മുമ്പാണ് അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ഇറാഖ് സന്ദർശിച്ചു എന്ന് മാത്രമല്ല, സദ്ദാം ഹുസൈനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും കൈ കൊടുക്കുന്നതും ഷെയ്ഖാൻ്റെ കൊടുത്ത് ഇങ്ങനത്തെ കുറേ ചിത്രങ്ങളൊക്കെ യുദ്ധത്തോടനുബന്ധിച്ച് പുറത്തു വന്നത്. സംഭവം നടക്കുന്ന 3 മാസം മുമ്പാണ്. സഖ്യകക്ഷികളാണ് അമേരിക്കയും ഇറാഖും തമ്മിൽ. യുദ്ധമുണ്ടായിരുന്ന സമയത്തോ അവർ നേരെ ഫ്ലൈറ്റ് മാറ്റി പിടിച്ചു. കാര്യം എന്ന് വെച്ചാൽ എവിടെയാണോ മെച്ചം ആ മെച്ചത്തിലേക്ക് പിടിക്കുകയും ഇറാഖിനെ സഹായിച്ചാൽ ഈ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നേരെ ഇറാഖിനെതിരെ അറബ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഇപ്പം മെച്ചം അറബ് രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം ഇറാനെ ഇവർക്ക് എന്ത് ചെയ്യണം, ശത്രുവാക്കി കരുതണം. അപ്പോൾ ഇസ്രായേൽ അറബ് രാജ്യത്തെ ആക്രമിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ അവർക്ക് മനസ്സിലാക്കുന്നത്? കുറച്ചുകൂടി അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കും എന്നവർ മനസ്സിലാക്കുന്നു. മൊത്തത്തിൽ നാശവും നശീകരണവും ഉണ്ടാക്കി ഈ സർവാധിപത്യം, ഈ മേഖല പിടിച്ചെടുക്കുക എന്നുള്ള അമേരിക്കയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവരെ ആവുന്നില്ലെങ്കിൽ ഒരു കാലത്തും തിരിച്ചറിയില്ലെന്ന് ഇറാൻ പറഞ്ഞത് പൂർണ്ണമായിരിക്കുന്ന സത്യമാണ്.